പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഫണ്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ട്രേഡിൻ്റെ ബാക്കി ബാലൻസ് ആണിത്. നമ്മൾ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ എമൗണ്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോസ് അടിച്ച് നമുക്ക് ഇത്രയാണ് എമൗണ്ട് ബാക്കി ഉണ്ടാക്കി കിട്ടിയത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുന്നത്. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ ചാർട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഈ ഒരു പോയിൻറ്റോളം ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസും വെച്ചാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡൗൺ ആവും. ഇവിടുന്ന് എന്തായാലും ഈ ഒരു പോയിന്റിൽ നിന്ന് ഡൗൺ ആവും. ഈ ഒരു ചെറിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് താഴെ തന്നെ വലുതായിട്ട് ഒരെണ്ണം ഒരു സ്ട്രൈക്കിംഗ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഡൗൺ ആയി വരും എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മോർണിംഗ് ആയിരുന്നു ആ പ്ലാനിങ്. ജസ്റ്റ് 1 ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ ആയിരുന്നു നമ്മൾ ആ പ്ലാനിങ്ങിൽ ബാക്കി കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ട്രേഡ് ഇവിടെ നിന്നായിരുന്നു. ഈ ഒരു പോയിന്റിൽ നമ്മൾ മുകളിലേക്ക് പോകുന്നതായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത്. നമ്മൾ ഈ വരച്ചേക്കുന്ന കറക്റ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കുറച്ച് സൈഡ് വൈസ് ആയിട്ട് പോകുന്നതായിരുന്നു വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു മാസീവ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇതൊരു വലിയ മൂവ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന്. 1 മിനിറ്റ് 2 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പെട്ടെന്ന് ഇവിടുന്ന് മാസീവ് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു പോയിൻ്റാണ് വിചാരിച്ചത്. പിന്നെ ഉള്ളത് നമ്മൾ സെൻസേഷനകത്തൊരു ജസ്റ്റ് ഒരു ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഡൗൺ ആയി താഴോട്ട് പോകുന്നതായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഡൗൺ ആയി താഴോട്ട് കൊണ്ട് പിന്നെ തിരിച്ച് കയറും. ഈ ഒരു പോയിൻ്റ് ഈ 80,771 കറണ്ട് ട്രേഡ് ചെയ്യുന്ന ആ ഒരു അതിൻ്റെ താഴെയായിട്ടുള്ള പോയിന്റിലെത്തിയിട്ട് റിവേഴ്സ് കയറുമെന്നായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പയ്യെ ഡൗൺ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ഒറ്റയടിക്ക് തന്നെ ഫസ്റ്റ് 9:15 തന്നെ ഇത് മാർക്കറ്റ് വല്ലാണ്ട് ഡൗൺ ആയിട്ടുണ്ടായി. അപ്പം അത് ഡൗൺ ആയതിന് ശേഷം തിരിച്ച് പയ്യെ കയറുമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായത്. അതാണ് ഇതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സെക്സസിന് ഇന്നലെ രാത്രി 11:41 എടുത്തായിരുന്നു. ഡൗൺ ആവും ഒരു ഏകദേശം ഇവിടം വരെ ഈ ഒരു പോയിന്റോളം ഡൗൺ ആവും. 80,800 എന്നുള്ള പോയിന്റിലേക്ക് ഡൗൺ ആയിട്ട് പിന്നെ അപ്പ് സൈഡിലേക്ക് വരുന്നതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വ്യൂ വന്നിട്ടുണ്ട്. 80,800 ആ ഒരു പോയിന്റ് ഇന്ന് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് പോയി ഏകദേശം ഈ ഒരു പോയിൻ്റോളം എത്തിയിട്ടുണ്ട്. നമ്മൾ കളിച്ച റെസിസ്റ്റൻസിനേക്കാളും കുറച്ചും കൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 9 രൂപയ്ക്കായിരുന്നു നമ്മൾ ചെറിയ ഒരെണ്ണം എടുത്തിട്ടുണ്ടായത്. 9 രൂപയ്ക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. 82 രൂപ ഇപ്പോൾ സെല്ല് ചെയ്തേക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം കറണ്ട് പ്രൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 133 രൂപയുണ്ട്. 133 രൂപ ഇതിൻ്റെ ഹൈ കാണിക്കുന്നത് ഏകദേശം 238 രൂപയാണ്. ഇപ്പം നമ്മൾ ബൈ അടിച്ചിട്ട് ഇപ്പം കറണ്ട് പ്രൈസ് നോക്കുവാണെങ്കിൽ അവൈലബിൾ പ്രൈസിൻ്റെ അവിടെ കാണാം 1340 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ 240 രൂപയാണെങ്കിൽ നമുക്ക് ഏകദേശം 2400 രൂപയോളം പ്രോഫിറ്റ് കയറേണ്ടതായിരുന്നു. അതിനിപ്പം നമ്മൾ എക്സിറ്റ് ആക്കിയിട്ടുണ്ടായി. അപ്പം ഇന്നത്തെ ട്രേഡ് ഇതാണ്.